എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. എല്ലാ പ്രേക്ഷകർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. ഇന്ന് ചിരിയുടെ പുണ്യാളനാണ് നമുക്ക് ഭീമ സിനിമ ചിരുമയിൽ നമുക്ക് അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. പേര് പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. വളരെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട താരം ജയസൂര്യ. ആശിച്ചവൻ ആകാശത്തുന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ. ആനക്കിരിയാളാവാൻ ഒരു പൂരം വന്നേ, ആ പൂരം ഇന്നാണെന്നേ. പണ്ടു തൊട്ടേ പന്തലുണ്ടേ പറഞ്ഞൊരുക്കിയ ചെണ്ടക്കാരും, ദൂരെയല്ലൻ നെഞ്ചകത്താണാരും കാണാ തൃശൂർ പൂരം. ആശിച്ചവൻ ആകാശത്തുന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ. പൂരത്തിലെപ്പോഴും ആയിരം കാഴ്ചകൾ, ആലവട്ടം കുടകൾ, താലം താളം മേളം ആൾക്കൂട്ടം. പൂരമും പുഞ്ചിരി പൂക്കളെ തൊട്ടു വിളിച്ചുണർത്താൻ കൈകൾ നീട്ടും സുഗന്ധപൂരം. ചന്ദനം കൊണ്ടേ പൊൻതിരിയുണ്ടേ, നിന്നിടം ചെന്നിടം നല്ലൊരു പൂരം തീർക്കാം. അങ്ങനെ ആശിച്ചവൻ ആകാശത്തുന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ. ആനക്കിരിയാളാവാൻ ഒരു പൂരം വന്നേ, ആ പൂരം ഇന്നാണെന്നേ. പണ്ടു തൊട്ടേ പന്തലുണ്ടേ പറഞ്ഞൊരുക്കിയ ചെണ്ടക്കാരും, ദൂരെയല്ലൻ നെഞ്ചകത്താണാരും കാണാ തൃശൂർ പൂരം. ആശിച്ചവൻ ആകാശത്തുന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ. എന്തായി, ആള് വന്നാ? ഇതിന് വല്ലതും കൊടുത്തതിന്? എന്നിട്ട് എന്താ ഇവിടെ വരാത്ത? വയറിളക്കാൻ വല്ലതും കൊടുക്ക്. 100 ആഴ്ച പറഞ്ഞു തീർന്നുള്ളൂ. നീ ഇത് ഫാക്ടറി അകത്തോണ്ടിട്ടെ അപ്പൊ പഠിപ്പിച്ചോ. നേരത്തെ ഉണ്ട്. നമ്മളെ കാത്താട്ടാ, അല്ലെങ്കിൽ കുടുംബം പണയം വെക്കേണ്ട വന്നേനെ. ആനയും ആനപ്പിണ്ടൊക്കെ കണ്ടപ്പോ വീണ്ടും ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് എന്ത് രസമായിട്ട് ആ പയ്യൻ പാടിയേക്കണ ഈ പടത്തില്. എന്തൊരു കൊടുക്കത്തെ പാട്ടത്. അത് ഞാൻ അങ്ങോട്ട് വരെയായിരുന്നു. ജയസൂര്യയുടെ പറഞ്ഞില്ലെങ്കിലും ഒന്ന് ഓർത്ത് ഞാൻ പറഞ്ഞത്. സ്വന്തം പടമാണല്ലോ, സ്വന്തം പ്രൊഡ്യൂസ് ചെയ്ത പടമാണല്ലോ. അതുകൊണ്ട് പ്രൊഡ്യൂസർ തടയൊന്നുമില്ല അത് പാടണ്ട എന്ന് പറയാം. അതുകൊണ്ടാണല്ലോ പാടാൻ ധൈര്യം ഉണ്ടായത്. സത്യമാണ്. വേറൊരു പ്രൊഡ്യൂസർ പക്ഷെ ആരെങ്കിലും ശ്രമിക്കുക സ്വന്തം പടം പൊളിക്കാൻ? അത് ശ്രമിച്ചവനാണ് ഞാൻ. പക്ഷെ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതല്ലേ. അപ്പൊ ജയസൂര്യ, നമ്മുടെ ഇപ്പൊ വേദിയിൽ ആന വന്നു പോയി അല്ലേ? അപ്പൊ വേദിയിൽ ഇനിയൊരു ആന, ജയസൂര്യ ഞാൻ ആനയായിട്ട് പറയല്ലോ. അതെ. അപ്പൊ മറ്റൊരു ആന, അതായത് വേദിയിൽ മറ്റൊരു ആനയാണ് ഇവിടെ സ്റ്റേജിലേക്ക് വരാൻ പോകുന്നത്. അതായത് ഒരു സർവകലാവല്ലഭനാണ്, ഗായകനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. പിന്നെ ഒപ്പം ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. ജയസൂര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാദിർ ഷാ. അയ്യോ, അതെന്റെ ഗുരുവും കൂടിയാണ്. വെൽക്കം ബാക്ക്. ഗുരു എല്ലാവരുടെയും ഗുരുവാണ്. വല്ല ഇടയ്ക്ക് ചില ആൾക്കാർ പറയും നമ്മളെ കാണുമ്പോൾ കുരു എന്ന് പറയുന്ന അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ നേരെ കാണുമ്പോൾ ഗുരുവാണ്, കാണാതിരിക്കുമ്പോൾ കുരു ആകാറുണ്ട്. ജയസൂര്യ എങ്ങനെയാണ്, കുരുവാണോ ഗുരുവാണോ? തീർച്ചയായിട്ടും ഗുരുവാണ്. ഗുരു തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നണ ജയസൂര്യക്ക് ഇടയ്ക്ക്
ഞാൻ കുരുവായിട്ടുണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ജയസൂര്യ എൻ്റെ അടുത്ത് മിമിക്രി കാസറ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദേ മാവേലി കൊമ്പത്തിന് ചാൻസ് ചോദിച്ചിട്ട് കുറച്ച് നാൾ നടന്നിട്ടുണ്ട്. അന്ന് എനിക്ക് കുരുവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് നമ്മളുടെ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും പോലും അവസരം കൊടുക്കാത്ത സമയത്ത് ജയസൂര്യ വേറെ ട്രൂപ്പിൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മൾ വേറൊരു ട്രൂപ്പിലൊരു ആർട്ടിസ്റ്റിന് അവസരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ട്രൂപ്പ് സ്പ്ലിറ്റ് ആവും. അപ്പോൾ അതിൻ്റെ പേരിൽ അന്ന് അവസരം കൊടുത്തിട്ടില്ല. പക്ഷേ അതിന് ശേഷം ജയസൂര്യ സിനിമ നടനായതിനു ശേഷം നമ്മുടെ കാസറ്റിൽ ഞാൻ ക്ഷണിച്ചു. കാരണം ഇപ്പോൾ കാസറ്റിന് വാല്യൂ കിട്ടില്ല, ഒരു സിനിമ താരത്തിൻ്റെ കൂടി തല. അപ്പോൾ നമ്മളത് പറഞ്ഞ് ജയസൂര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇനി കാസറ്റിൽ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ പഴയ വൈരാഗ്യം ഒന്നും ഇല്ലാതെ കാസറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക നാഷിക ഇനിയെങ്കിലും എന്നെ വിളിക്കാന്ന് ഞാൻ അത് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഓണം സമയത്ത് ദേമാവേലി കൊമ്പത്ത് വരുന്നു എന്ന് പറയുന്നത് ഓണത്തെ വിളിച്ചറിയിക്കുന്നത് ഈ പറഞ്ഞ പോലെ ദേമാവേലി കൊമ്പത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ ഒരു ഭാഗമാകാൻ. അതിൻ്റെ 2 തവണ എനിക്ക് പങ്കെടുക്കാം. 2 പ്രാവശ്യം ജയസൂര്യ വന്ന് എനിക്ക് സാധാരണഗതിയിൽ ഞാൻ ചെയ്യാന്ന് വിളിക്കുക എന്തോ വേറൊരാൾ വിളിക്കണ പോലെ അല്ല ഞാൻ പറയും പിന്നെ വിളിച്ച സമയത്ത് പറഞ്ഞു ജയൻ പറഞ്ഞു ഇക്ക ഞാൻ പറയാം കുഴപ്പമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ടായിരുന്നു. കാരണം ജയൻ ഒന്നും അല്ലാതിരുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് അവസരം ചോദിച്ചപ്പോൾ നമ്മൾ അതിന് അവസരം കൊടുക്കാതിരിക്കും. ജയൻ ആളായതിനു ശേഷം നമ്മൾ വിളിക്കുമ്പോൾ അത് വരാതിരിക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ജയൻ വന്നു. ഒരു നല്ലൊരു ഇതിനു മുമ്പ് സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞാൻ നാഷിക്കയുടെയൊക്കെ പ്രാന്ത ഫാനാണ് ഞാൻ. അപ്പോൾ അബീഖനെ കാണാൻ പറ്റുക, നാഷിഖനെ കാണാൻ പറ്റുക, ദിലീപേട്ടനെ കാണാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്, നസീർ ഖാനെ. അപ്പോൾ ഈ നാഷിഖക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. നാഷിഖ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാഷിഖനെ, എനിക്കൊരു ഫോട്ടോ അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഫോട്ടോ ഞാൻ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് അല്ലേ? എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട്. എന്തിനാണത്? എന്ത് ചെയ്യാൻ ഇക്കാക്ക് വേണമെങ്കിൽ പകരം വീട്ടാട്ടെ എൻ്റെ അടുത്ത്. ഇല്ല ഞാൻ ചോദിച്ചിട്ട് അയച്ചോ, ഞാൻ അയച്ചു തരാം. അതല്ല, പക്ഷെ ജയൻ അന്ന് എൻ്റെ അടുത്ത് ഫോട്ടോ ചോദിച്ചു. ഞാൻ ഫോട്ടോ അയച്ച് ഒരു ഓറഞ്ച് ഷർട്ട് ഇട്ട ഫോട്ടോ അല്ലേ, ടീഷർട്ട് ഇട്ട്, അത് മാത്രമേ നല്ല ഉണ്ടായുള്ളത്. ശരിക്കും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ജയന് ഞാൻ ഫോട്ടോ കൊടുത്തു. അതിനുശേഷം ജയൻ്റെ പടത്തിന് വേണ്ടിയിട്ട് ഞാൻ ജയൻ്റെ പുറകെ നടന്നു. ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ അതിന് ഞാൻ ജയൻ്റെ അടുത്താണ്, എൻ്റെ ആ സബ്ജക്റ്റിൽ ആദ്യമായിട്ട് പോയി ആ കഥ പറയുന്നത് ജയൻ്റെ അടുത്താണ്. അതാണ് ഇക്കൊരു പടം വന്നപ്പോൾ ഞാൻ ഒരു പടം അങ്ങോട്ട്. അതെ, അമർ അക്ബർ ആൻ്റണി എന്ന് പറഞ്ഞൊരു സിനിമയുടെ സബ്ജക്റ്റ് വന്നപ്പോൾ 3 നായകന്മാർ. അപ്പോൾ ഞാൻ ജയൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞാനൊരു സബ്ജക്റ്റ് പറയാം, അതിൽ 3 പേർക്ക് ഈക്വൽ വേഷമാണ്. ജയൻ അങ്ങനെ കുഴപ്പമുണ്ടോ? അപ്പം ജയൻ പറഞ്ഞു 3 പേർക്ക് ഈക്വൽ വേഷം ഞാൻ ചെയ്യാം, ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല വേഷമാണെങ്കിൽ നമ്മൾ ചെയ്യാം. അങ്ങനെ ജയൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള വേഷം ജയൻ തിരഞ്ഞെടുത്തോളം പറഞ്ഞു ഇതിനകത്ത്. അപ്പോൾ ജയൻ പറഞ്ഞു അത് ഓക്കെ. പക്ഷെ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നിരുത്സാഹപ്പെടുത്താതെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ആയി. ഞാൻ പറഞ്ഞു അത് ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ പൃഥ്വിരാജിൻ്റെ അടുത്തും ഇന്ദ്രജിത്തിൻ്റെ അടുത്തൊക്കെ ഈ സബ്ജക്റ്റ് പറയാനും അവർ സമ്മതിക്കും. എനിക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് ദൈവം അനുഗ്രഹിച്ചിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം അത് നടത്താനായിട്ട് ഈ 3 നായകന്മാർ എനിക്ക് അത് ഇന്ന് ഇവിടെ എനിക്ക് വേണം അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പടത്തിൻ്റെ പേര് അമർ അക്ബർ ആൻ്റണി എന്നാണ്. പൃഥ്വിരാജ്, ഞാൻ, ഇന്ദ്രജിത്ത്. നാഷിഖാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നാഷിഖ് തന്നെ അതിൻ്റെ അകത്തൊരു പാട്ട് എഴുതുന്നുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ആയിരിക്കും മിക്കവാറും പാടുന്നത്. പാട്ട് നന്നായാൽ ചിലപ്പോൾ ആ പാട്ട് വയ്ക്കും. അതെ അതെ, ആ സിനിമയിലെ പാട്ട് പൃഥ്വിരാജും ജയസൂര്യ ഇന്ദ്രജിത്തും തന്നെയാണ്, ഒരു 3 പേരും തന്നെ പാടുകയാണ്. പിന്നെ എനിക്ക് അതിൽ അക്ബർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ജയസൂര്യയുടെ. അതിന് എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ആ സിനിമ വരുമ്പോൾ അല്ലേ. അതെ, ഇപ്പോഴൊന്നും പടം ചെയ്യേണ്ട ആളൊന്നുമല്ല, ഇതിന് മുമ്പും പടം ചെയ്യേണ്ട ആളാണ്. ഞാൻ എത്ര വർഷം അല്ല മുമ്പ് പടം ചെയ്യായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു ടീമിന് എനിക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ ചിലപ്പോൾ ഞാനിങ്ങനെ എനിക്ക് വരാൻ പറ്റില്ല. ഇപ്പോഴാണ് എനിക്കൊരു നല്ലൊരു ലോഞ്ചിങ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതെ, എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ ഇതിനകത്ത് തിരക്കഥ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഒരു മിമിക്രി 2 മിമിക്രി ആർട്ടിസ്റ്റുകളാണ്, ബിബിനും വിഷ്ണു. ഒരു ഉഗ്രനായിട്ടുണ്ട്. അയ്യോ, അത് നമ്മൾ വലിയ കാര്യമായിട്ട് നമ്മുടെ കുഞ്ഞെപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടതായിരിക്കും. പക്ഷേ എങ്കിലും എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ചിരിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടില്ല. ഈശ്വര പടം കഴിയുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അതെ അതെ, എന്തായാലും അതൊരു വലിയ അതെ 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 അതെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എനിക്ക് പോകാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആരെങ്കിലും കൂടുതൽ അസിസ്റ്റ് ചെയ്യണമെന്ന് ഇക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. 2 പടത്തിന് ഒന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും സ്റ്റേജിലാണെങ്കിലും സിനിമയിലാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും എൻ്റെ മനസ്സിലുള്ള ഗുരു ഇക്കായാണ്.
ഐക്കാട് എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ജയസൂര്യ ഈ നാദർഷ ചോദിച്ചിട്ടുണ്ട് ഇക്കടെ കൂടെ ഞാനൊന്ന് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ ഇക്കടെ കൂടെ നിൽക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ 365 ദിവസവും പ്രോഗ്രാമുള്ള നാദർഷ എങ്ങനെയാണ് എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുക. പിന്നെ ഞാൻ നാദർഷ ഷോ നടത്തുന്നിടത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യേണ്ടി വരും അസിസ്റ്റൻ്റ്. അപ്പോൾ അത്രയും തിരക്കുള്ള ഞാൻ പറഞ്ഞു തിരക്കൊഴിഞ്ഞിട്ട് നാദർഷ ഒരു ഷോയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സമയം വരുമ്പോൾ ഇല്ലാത്തൊരു സമയം വരുമ്പോൾ എൻ്റെ ഒരു സമയം വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹകരിക്കാം. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല അല്ലേ. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും ആർട്ടിസ്റ്റുകളുമായിട്ട് അല്ല എത്ര പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലാന്നറിയോ നാഷിക വഴി ഒരുപാട് എന്താ പറയുക താരങ്ങളും അല്ലെങ്കിൽ മിമിക്രി താരങ്ങളൊക്കെ സിനിമയിലേക്കും ആ രംഗത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. ദിലീപേട്ടനെ ഇല്ല ദിലീപിനെ ശരിക്ക് ജഡ്ജ് ചെയ്തിട്ടുണ്ട് മിമിക്രിയിൽ. മാരാസ് കോളേജിൽ പോയിട്ട് അന്ന് ദിലീപ് ഞാൻ പലപ്പോഴും ഈ വേദിയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ദിലീപിൻ്റെ പുറകെ ഇതുപോലെ പരിചയപ്പെടാൻ വേണ്ടി നടന്ന് ദിലീപിന് ഞാൻ ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തിട്ടുണ്ട്. സ്നേഹപൂർവ്വം നാദർഷ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആലുവയിൽ ശിവരാത്രി മണപ്പുറത്തൊരു സ്റ്റേജ് ഷോ കഴിഞ്ഞപ്പോൾ സ്റ്റേജിൻ്റെ ബാക്കിൽ വന്നിട്ട് എൻ്റെ അടുത്തൊരു ഓട്ടോഗ്രാഫ് എഴുതി തരുമെന്ന് വെച്ചു. എന്ന് പറയാൻ എന്താ ഓട്ടോഗ്രാഫ് സൈൻ ചെയ്തത്. അതിനുശേഷം കുറേ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം അതിൻ്റെ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ദിലീപിൻ്റെ അടുത്ത് വന്ന് നിനക്ക് ആ ഓട്ടോഗ്രാഫ് കാണണോ എൻ്റെ അടുത്ത് ഇപ്പോഴും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കതൊരു കാരണം എത്രയും പ്രശസ്തനായതിനു ശേഷവും ആ ഒരു അതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സൗഹൃദം അത് ഓർക്കാനും അവന് പറയാതിരിക്കാൻ വേണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതൊക്കെ ഓർക്കാനും ഇപ്പോൾ ജയൻ തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ ഫോട്ടോയുടെ കാര്യം എനിക്കറിയില്ലായിരുന്നു. ജയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ജയന് പറയേണ്ട കാര്യമില്ല. പക്ഷെ ജയൻ പറഞ്ഞു അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യം. ഈ നാദർഷ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പടം. ഉണ്ട്. ഏത് പടം ഇക്ക അത് അതിനെപ്പറ്റി പറയാതിരിക്കില്ല എനിക്ക്. വേറെ ജോക്കർ. അപ്പോൾ അതിനൊരു വേറെ കോമഡി ഉണ്ട്. ഞാൻ ആ പടം ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ വരും. ടി വിയിൽ വരുമ്പോൾ എൻ്റെ വൈഫ് പറയും അപ്പോൾ ഞാൻ അത് ഫുള്ളൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം എനിക്ക് ഇന്ന് വരെ വൈഫ് സമ്മതിച്ചിട്ടില്ല. വൈഫ് പറയും അതെ നിങ്ങൾക്ക് മക്കൾക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് വേണോ വേണ്ടയോ. അത് അപ്പോൾ അതിനകത്ത് കുറച്ച് സോങ് സീക്വൻസിലൊക്കെ ഇങ്ങനെ അതിൽ നായികയായിട്ട് കെട്ടിപ്പിടിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭാര്യയ്ക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാരണം വൈഫ് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ശരിക്ക് നിങ്ങൾ കെട്ടിപ്പിടിച്ച് അഭിനയിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ഒരു ഫിലിമിൽ ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ ഒറ്റയ്ക്ക് അത് മാത്രം ഷൂട്ട് ചെയ്യും. എന്നിട്ട് ആ ഫിലിം തന്നെ മറച്ചു വെച്ചിട്ട് പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒട്ടിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ അങ്ങനെയാണ് കെട്ടിപ്പിടിക്കുന്നത്. പക്ഷെ അതൊക്കെ നമ്മളുടെ സുഹൃത്തുക്കൾ സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ അവരുടെ സൗഹൃദ സദസ്സിൽ ഇതൊക്കെ പൊളിഞ്ഞു. വൈഫിൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. വൈഫ് പറഞ്ഞു നിങ്ങൾ സിനിമയിൽ ഇങ്ങനെയുള്ള ട്രിക്കുകളൊന്നും ഇല്ല അന്ന് ഞാൻ അറിഞ്ഞ് അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ എന്തോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ആ സിനിമയിൽ അഭിനയിച്ചത് അത് ശരിക്കും ഇപ്പോഴും മലയാള സിനിമ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അല്ലെങ്കിൽ നമ്മളുടെ ജോലി അഭിനയമല്ല അല്ലെങ്കിൽ മറ്റേ ബാക്ക് സൈഡിൽ ക്യാമറയുടെ ബാക്ക് സൈഡിലായിരുന്നു എനിക്ക് കുറച്ചുകൂടി സേഫ് എന്നുള്ള കാര്യം തിരിച്ചറിവ് അന്ന് എനിക്ക് മനസ്സിലായി. പടം ടി വിയിൽ വരുമ്പോൾ ഹിറ്റാണല്ലോ ബ്ലോക്ക് ബസ്റ്റർ ഈ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം എന്ന് പറഞ്ഞിട്ട് ഈ പടം അനൗൺസ് ചെയ്ത് എല്ലാ സിനിമയ്ക്കും അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് വൈഫിൻ്റെ അടുത്ത് ഇക്ക ഒരു ഈ ബ്ലോക്ക് ബസ്റ്റർ സിനിമ എന്ന് പറഞ്ഞാൽ പൊട്ടിയ പടം എന്നാണ് അർത്ഥം. ഞാൻ നാഷിക എനിക്ക് വേറൊരു കാര്യമുണ്ട്. നാഷിക ആദ്യമായിട്ട് ഈ പാരഡി എന്നാ എഴുതിയത്? ആദ്യമായിട്ട് പാരഡി എഴുതുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കളിയാക്കി തന്നെയാണ്. കുറെ കൊല്ലം മുമ്പായിരിക്കും അല്ലേ? നീ എന്തിനാ അങ്ങനെ പ്രായം അറിയാൻ അത് ഇവൻ ഈ ചെറുപ്പമാണ് നമ്മളൊക്കെ ഒരുപാട് വയസ്സിന് ഇളയതാന്ന് കാണിക്കാൻ വേണ്ടിട്ട് എത്ര പേരെ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണെന്ന് നേരത്തെ പറഞ്ഞത് ഞാൻ അതുകൊണ്ടാ. എടാ ഞാൻ 10ാമത്തെ വയസ്സ് തൊട്ടാണ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. 40 വയസ്സായി ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഓക്കെ ഫ്രണ്ട്സിനെ കളിയാക്കി പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് രാഷ്ട്രീയക്കാരിലേക്കായി. ആദ്യം കളിയാക്കി പാട്ട് എഴുതിയത് നമ്മുടെ ജോർജിന്റെ അപ്പച്ചനെ കുറിച്ച് കളിയാക്കിയിട്ടാണ്. ജോർജിന്റെ അപ്പച്ചൻ എന്നെ മിമിക്രിയിൽ കൊണ്ടുവന്ന ആളുകളാണല്ലോ ജോർജിന്റെ രമേശ് കുറുമശ്ശേരി. അപ്പോൾ ജോർജിനിട്ട് തന്നെ ആദ്യം പണി കൊടുത്ത്. ജോർജിന്റെ അപ്പച്ചൻ്റെ പേര് ചീക്കു എന്നാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫ്രീഡം ഉള്ള എൻ്റെ സ്വന്തം വീടുമാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ പാട്ട് എഴുതി തുടങ്ങിയത് ചീക്കു ചേട്ടൻ്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു. ജോർജിൻ്റെ വീട്ടിൽ ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ ഒരു പട്ടി ഉണ്ടായി. ഈ പട്ടീനെ കൊണ്ട് വലിയ ശല്യമാണ്. പട്ടിക്ക് എന്നെ കാണാൻ പാടില്ല, എനിക്ക് പട്ടീനെ കാണാൻ പാടില്ല. അങ്ങനത്തെ ആ സംഭവത്തിന് അതിനെ വെച്ചിട്ടാണ് അങ്ങനെ വീട്ടിക്ക് വാസപ്പടി വേണം എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ജോർജിൻ്റെ അപ്പച്ചൻ്റെ പേരിട്ട് പാട്ട് എഴുതി ഈ കാസറ്റ് ഫസ്റ്റ് പ്ലേ ചെയ്യുന്നത് അവൻ്റെ വീട്ടിൽ തന്നെ. ഇവൻ്റെ അപ്പച്ചൻ ഭയങ്കര സീരിയസ് ആണ്. രാഷ്ട്രപതിയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് സീരിയസ്നെസ് അല്ല
സീരിയസ്നെസ്സിലല്ല, ഫാക്റ്റിൽ 2-3 മെഷീനൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ അവാർഡൊക്കെ കിട്ടി. അപ്പം ജോർജിൻ്റെ അപ്പച്ചൻ വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ്. അതിനിടയിൽ പാട്ട്. അപ്പോൾ ജോർജ് പറഞ്ഞു, അപ്പച്ചാ ഇത് നാദർഷ എഴുതിയ പാരഡി കോമഡി പാട്ടാണെന്ന് പറഞ്ഞിട്ട് വെച്ച് ഫസ്റ്റ് വരി ചിക്കുച്ചേട്ടൻ്റെ വീട്ടിലെ പട്ടിക്ക് പിടിച്ചു ഒറ്റ പ്രാവശ്യം എന്നെ ഇങ്ങനെ നോക്കി. അതൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തൊക്കെ പോയി. എനിക്ക് തോന്നുന്നു അദ്ദേഹം കേട്ട് ഒന്നും ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നന്നായിട്ടുണ്ട്. കാരണം ഒന്നും പറയില്ല. കാരണം നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ നമുക്ക് എന്തെങ്കിലും പറയാമെന്നുള്ള ഫ്രീഡം ഉള്ളവരെയാണ് ഞാൻ കളിയാക്കിയിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലും കാര്യം അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയക്കാരെ കളിയാക്കി. ആ സമയത്തൊക്കെയാണ് ഭീഷണിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നേതാക്കന്മാരല്ല അതിൻ്റെ. ഞാൻ ആരെ കുറിച്ച് പാട്ട് ഇപ്പോൾ നമ്മുടെ ലീഡറിനെ കുറിച്ചിട്ട് ഞാൻ പാട്ട് എഴുതുന്നത്. അപ്പം അവർക്കൊന്നുമല്ല ഫീൽ ചെയ്തേക്കുന്നത്, അണികളായിട്ടുള്ള അവർ വളരെയധികം ആസ്വദിച്ചിട്ട് അവർ എൻജോയ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ പറയും നിങ്ങളുടെ പാട്ട് കേട്ടു നന്നായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഈ അണികൾ പ്രശ്നം ഉണ്ടാക്കും. ഒട്ടിച്ചത് ഇതെന്നെ കിണറ്റിന്ന് വെള്ളം കൂടിയാണോ അത്? ഈ വയറൊട്ടിക്കടാവേ. ഓ എന്നിട്ടും ആയിട്ടില്ല, നന്നായിട്ടൊന്ന് ഒട്ടി വെച്ച് ചോദിച്ചു. ഓണ്ടേ ഇപ്പൊ കറക്റ്റാണ്. ഇപ്പൊ ഏതാണ്ടൊക്കെ കട്ടാ പുള്ളി കയറി എന്നെ താത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അതാണ് ഇപ്പൊ ഈ കുടി നിർത്തിയോണ്ടാണ് ഇതിന് കറക്റ്റ് ആണത്. അത് എനിക്ക് ഭയങ്കര വയറാണ് നിനക്ക് കേട്ടോ. കറക്റ്റാ ബോധം കിടക്കാം. എത്ര കാലായി കണ്ടിട്ട്? അല്ല എന്താ രൂപവും കോലൊക്കെ മാറിയിട്ട് എന്തോ ഒരു പുതിയ കോലമായില്ലേ? അല്ല ഞാൻ കണ്ട സുമേഷ് ചേട്ടൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. വടിച്ച് പൂക്കുറ്റിയായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സുമേഷ് ചേട്ടൻ കണ്ടു. മീശയും പോയി. ഇതെന്താ അവസ്ഥ? വെള്ളവും കൂടിയൊക്കെ നിർത്തിയോ? സുമേഷ് ചേട്ടൻ കൂടി നിർത്തേ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. വേറെ എന്ത് വിശ്വസിച്ചാലും സുമേഷ് ചേട്ടൻ കൂടി നിർത്തിയെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഈ പെണ്ണ് നന്നാവാൻ സമ്മതിക്കില്ല. ഇത് ഞാൻ പെയിന്റിങ് പണിക്ക് പോവാ. പെയിന്റിംഗ് പണിക്കോ? സുമേഷ് ചേട്ടനോ? കൂടി നിർത്തിട്ടോ? കൂടി നിർത്തി ഞാനിപ്പോ പെയിന്റിംഗ് പണിക്ക് പോവാ. അതിന്റെ പുറകിൽ ഒരു ശക്തി ഉണ്ട്, അറിയാവോ? ശക്തിയോ? എന്ത് ശക്തി? ഞാനാ കൂടി നിർത്തിയത്. നമസ്കാരം. നന്നായി. പക്ഷെ സുമേഷ് ചേട്ടാ എനിക്ക് ഇത് ഇഷ്ടായില്ല. നമുക്ക് മറ്റേതായിരുന്നു നല്ലത്. ഒരാള് നന്നാവണ ഇഷ്ടമല്ല. അല്ല നമുക്ക് ആ ഒരു സ്റ്റൈലൊക്കെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിന്റെ പിന്നാലെയാണ് മദ്യം കുടിക്കരുതെന്നൊക്കെ പറയും. ഞാനേ സത്യം പറഞ്ഞാലേ ഞാൻ ആശാന്റെ കൂടെ കൂടിയതിനു ശേഷം പുള്ളിക്കാരൻ ഒരു തുള്ളി എന്നെ കൊണ്ട് കഴിപ്പിക്കൂല. മൊത്തം പുള്ളി ഞാൻ മൊത്തം കഴിക്കും. കഴിച്ചിട്ട് വേണം ഇവന് കൊടുക്കാൻ. ഓ അങ്ങനെയാണല്ലേ. എന്തായാലും നന്നായി. സുമേഷ് ചേട്ടൻ നന്നായി എന്ന് വെച്ചാൽ വേറെ എല്ലാരും നന്നായിക്കോളും. അപ്പം എന്താ പെയിന്റിംഗ് ആണ്? അതെ പെയിന്റ് അടി നിർത്തിയപ്പോ പെയിന്റ് അടിയാ. എന്റെ വീടൊന്ന് പുതുക്കി പണിയണമെന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഞാൻ കോൺട്രാക്ട് എടുത്ത് ഞാൻ തന്നെ ചെയ്യും. ഞങ്ങൾ പണിയും ചെയ്യും. ആണോ? ഓ സന്തോഷമായി. അപ്പൊ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു വർക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഇന്ന് വർക്ക് നടക്കുന്നുണ്ടോ? അപ്പൊ എനിക്ക് കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് ഇവരെ പണി കാണാം. ഭീമ സിനിമാ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഹലോ ചേട്ടാ. ഓ ഇവിടെ എല്ലാം അടുത്തോണ്ടിരിക്കുക. ഇനി കുറച്ച് മിനുക്ക് പണി കൂടെ ഉള്ളൂ. ചേട്ടൻ ഇന്ന് ഇങ്ങോട്ട് വന്നാൽ നാളെ നമുക്ക് പാല് കാച്ചാം. ഓ ഞാൻ മേശരിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ശരി. മേശരി ഇപ്പോഴാണോ വരുന്നേ? ഇതെന്തോ മേശരി പണിയൊന്നും തീർന്നിട്ടില്ല. ഒന്ന് ചാടി ചാടി നിന്നൂടെ? ചാടി ഇങ്ങനെ വല്ല റബ്ബാൽ കുടിക്കണം. ഇങ്ങനെ ചാടി നിൽക്കണമെങ്കിൽ എന്റെ മേശരി എന്തോ ഒരു പണി മിച്ചം കിടക്കുന്നു. ചേട്ടൻ ഇന്ന് വൈകുന്നേരം വരും. നിസ്സാര പണിയാണ്, മെയിൻ്റനൻസ് പണിയല്ലേ ഉള്ളൂ. ഇത് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് തൂക്കാനേ ഉള്ളൂ. ഉച്ചയാവുന്നതിന് ഒരു 3-3:30 ആവുന്നതിന് ഞങ്ങൾ പണി തീർന്ന് ഞങ്ങൾ വീട്ടിൽ പോകും. നാളെ രാവിലെ 10 മണിക്കല്ലേ പാല് കാച്ചത്. അതിനുമ്പാട് തീർന്നിരിക്കും. ഹലോ ചേട്ടാ, എയർപോർട്ടിലാണോ? അതെ അതെ. ഞാൻ മേശരിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ മേശരി വന്നിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. അയ്യോ അതെ. ഹലോ മേശരി. അതെ പണിയൊക്കെ എന്തായി? പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എയർപോർട്ടിലാ. ഞാൻ എപ്പോ ഇങ്ങ് എത്തും ഇവിടെ? ഞാൻ വൈകുന്നേരത്തോടു കൂടി എത്തും. വൈകുന്നേരത്തിന് എത്തും. നാളെ രാവിലെ 10 മണിക്കാണ്. എനിക്കറിയാമല്ലോ. അറിയാലോ അല്ലേ? പിന്നെ പ്ലെയിനൊക്കെ മുങ്ങണതും പൊങ്ങണതും ഒക്കെ അറിയാലോ അല്ലേ? സൂക്ഷിച്ച് പോകാനും വളക്കല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കുവോ? പറഞ്ഞോ മേശരി. പറയട്ടെ? പറഞ്ഞോ. പറയാം. അതെ എൻ്റെ ഇളയ പെണ്ണിന്റെ ചെറുക്കന് 7 വയസ്സേ ഉള്ളൂ. അവന് കേറിയിരുന്ന് ഓടിക്കണ ഒരു JCB വേണമെന്ന് പറഞ്ഞായിരുന്നു. JCB? കേറിയിരുന്ന് ഓടിക്കണേ. പിന്നെ എനിക്കൊരു 10-12 പെർഫോം അത് തന്നെ. അതുപോലെ തന്നെ പിന്നെ എനിക്കേ എൻ്റെ ഇളയ പെണ്ണ് അത് കോളേജിലൊക്കെ പോയാൽ ചുരിദാർ ഫോറിൻ തുണി കൊണ്ട് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് ദീർഘമല്ല, പൈസ അല്ലല്ലോ അവിടെ. മേശരിയേ, ഞാൻ 10-15 വർഷമായിട്ട് ഗൾഫിൽ കഷ്ടപ്പെടുന്നതേ എന്റെ കുടുംബം നോക്കാൻ, അല്ലാതെ മേശിയുടെ കുടുംബം നോക്കാനല്ല. കൊള്ളാം, അങ്ങനെ തന്നെ വേണം. ഇപ്പോഴാണോ
വന്നത് രാവിലെ സൈക്കിളിൽ പോകുന്നതാണല്ലോ. അതിന്റെ ബ്രേക്ക് പൊട്ടിച്ചിടാൻ പറഞ്ഞ ആരാ? ഞാനോ? ഞാൻ പോയി താഴെ ഷാപ്പിന്റെ ഉള്ളിൽ കയറി കിടക്കുമായിരുന്നു. പിന്നെ റെഡ് ഓക്സൈഡ് മേടിച്ചോണ്ട് വന്നോ? റെഡ് ഓക്സൈഡ് മേടിച്ചോണ്ട് വന്നോ? റെഡ് ഓക്സൈഡ് മേടിച്ചോ എന്ന് പറഞ്ഞു. റെഡ് ഓക്സൈഡിന്റെ കളർ എനിക്ക് പറഞ്ഞു തന്നു. അതെ, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട്? പിന്നെ നിങ്ങൾ വരുന്ന റൊമാൻറ്റിക് സ്പെഷ്യൽ ഒക്കെ ഉണ്ട്. കപ്പളങ്ങ തോരൻ, കപ്പളങ്ങ മെഴുക്കുവരട്ടി, കപ്പളങ്ങ ജ്യൂസ്, കപ്പളങ്ങ ഒഴിച്ചു കറി. ഈ വീടിരിക്കുന്ന ഒരു മരം നിപ്പുണ്ടല്ലോ, അത് വലിയ ഭീഷണിയാണ് ഇവിടെ. ദോഷമുണ്ടോ? ദോഷമുണ്ട്. എന്റെ മേശരി എന്നിട്ട് ഇപ്പോഴാണോ പറയണത്? ഏത് മരവാ? ഈ കപ്പളങ്ങ ഉണ്ടാകുന്ന കപ്പളം. അല്ല പിന്നെ ഇന്ന് നിസാര പണിയുള്ളൂ. ഇതിന്റെ മുകളില് എമർജൻസി ആടിക്കാലോ. പിന്നെ അപ്പുറത്തെ അടുക്കളയുടെ പുറകില് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാം. അതൊക്കെ മാത്രമേ ഉള്ളൂ. അത്രല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്താലോ? മുകളിലുള്ള പണിയല്ലേ, ഇന്ന് ഫുൾ ടച്ചാണോ അരത്തച്ചാണോ? മുകളിലുള്ള പണിയല്ലേ, നീ ആരെയാലും ഒരു നിക്കർ തച്ചിട് ആദ്യം. ഇവിടെ അടിക്കട ആൾക്കാർക്ക് കടന്നു തുടങ്ങാലോ. നേരത്തെ ആണല്ലോ, 11 മണിയായല്ലോ. അയ്യോ, എന്റെ വാച്ച് 6 മണിയായുള്ളൂ. ഞാൻ വിചാരിച്ച വെളുപ്പിനെ പണിക്കിറങ്ങി. ഇന്നെ താമസിച്ചെന്താ? അയ്യോ, വേറൊന്നുമല്ല. നമ്മുടെ ഫെർണാണ്ടസ് മുതലാളിയില്ലേ അമേരിക്കയിലെ, വന്ന് താമസിക്കുന്നേ ഫെർണാണ്ടസ് മുതലാളി എന്നെ ഇന്നലെ വൈകിട്ട് വിളിച്ചിട്ട് പറയുന്നു, ശരി വീട്ടിൽ വരെയെന്ന് പറഞ്ഞ കുറച്ച് പണിയുണ്ട്, അതിന്റെ കാര്യം സംസാരിക്കണം. അപ്പൊ ഞാൻ നേരെ ഇന്ന് രാവിലെ വീട്ടിൽ ചെല്ലുന്നു. ഗേറ്റ് തുറന്നതും ഫെർണാണ്ടസ് മുതലാളിയുടെ വീട്ടിലെ പട്ടി അറിയാമോ? ആനയുടെ അത്രയുള്ള പട്ടി. ഈ പട്ടി എന്നെ ഇട്ട് ഒറ്റ ഓടിക്കല. ആ പേരയുടെ ചുറ്റുംപറയിട്ട് എന്നെ ഓടിച്ചെന്ന്. ഓടിച്ച് ഗത്യന്തരമില്ല. എന്റെ വീതുളി ഉണ്ടായിരുന്നു. ഒറ്റ കീച്ചും കീച്ച് പട്ടി അങ്ങനകത്ത് പോയി. മുതലാളി ഒന്നും പറഞ്ഞില്ലേ? മുതലാളി പറഞ്ഞു ഇനി ഇവിടെ പണിയില്ലാന്ന്. ആ പട്ടിക്ക് കൂട് പണിയാണ് എന്നെ വിളിച്ചത്. പട്ടിയില്ലാതെ കൂട് പണിഞ്ഞിട്ട് വല്ല. പിന്നെ നിസാര പണികളൊക്കെ ഉള്ളൂ, അറിയാലോ. എന്നാ പിടിപ്പിക്കാനുള്ളതെന്ന് അറിയാലോ? എനിക്കറിയാം കൃത്യമായിട്ട്. നമ്മൾ ഇന്നലെ തീർത്തച്ച് പോയ സംഭവമല്ലേ, പടിഞ്ഞാറ സൈഡിൽ 2 ഗ്ലാസ്. അവിടെ അല്ല, ഫ്രണ്ടിലാ 2 ഗ്ലാസ് ഉണ്ടാക്കാനുള്ളത്. അയ്യോ, അത് ജനറൽ ഫ്രെയിമിന്റെ അതല്ല. ഇന്നലെ നമ്മൾ അടിച്ചതിന്റെ സ്വർണ്ണക്കടയുടെ പേരെഴുതിയ 2 കുപ്പി ഗ്ലാസ്, അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് ഫ്രണ്ടിൽ ഞാൻ ഗ്ലാസ് പിടിപ്പിക്കും. അത് പിടിപ്പിക്കും. പിന്നെ അറ്റകുറ്റപ്പണി അവിടെ ആ ബാത്റൂമിന്റെ ഒരു ചെറിയ വിനാഗിരി ഉണ്ട്. വിജർഗിരിയാണോ? അത് ഞാൻ വെച്ച് കഴിഞ്ഞ പിന്നെ അകത്ത് കബോർഡിന്റെ പണി ഉണ്ടാകും, ഞാൻ തീർക്കും. കബോർഡിന്റെ പണി ചെയ്ത് ലാസ്റ്റ് കബൂറാകരുത്. ഞാനിപ്പോ പറഞ്ഞില്ല, കേട്ടില്ല എന്ന് പറഞ്ഞില്ലേ. മൊത്തം ലോകം ആശാരി വന്നോ? പിന്നെ ആശാരി എന്തോ പണിയാ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആ പുറകിലത്തെ ഡോർ എന്തുവാ കാണിച്ചു വെച്ചിരിക്കുന്നത്? കിടന്ന് മൊത്തം ഇളകുവാ. ഡോർ ഇളകുന്നെന്ന് സുദർശൻ ആശാരി പിടിപ്പിച്ച ഡോർ ഇളകുവന്ന് എന്ത് വർത്താനം? ഞാൻ നോണ പറയുവാണെങ്കിൽ മേശരി വന്നൊന്ന് നോക്കി. എനിക്കറിയത്തില്ല കേട്ടോ. അയ്യോ, എന്റെ മേശരി കള്ളവായി പറയുന്നേ. സുദർശൻ ആശാരി ഡോർ പിടിപ്പിച്ചിട്ടുണ്ടോ? അത് ഇളകത്തില്ല. 100 തരവാ. കേട്ടിട്ടുണ്ട്. ഇനി അഥവാ അത് ഇളകിയിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണുമ്പളെ തുറക്കോ അടയ്ക്കോ ചെയ്തു. കണ്ടോ? എടോ പെയിന്ററെ, ഇങ്ങോട്ട് വന്ന ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. തന്നോട് ആരാ പറഞ്ഞ ഞങ്ങളുടെ അമ്മമ്മയുടെ മേത്ത് പെയിന്റ് കോരി ഒഴിക്കാൻ? ഭിത്തിക്ക് അടിക്കാനല്ലേ പറഞ്ഞതാ? മേസരിയല്ലേ പറഞ്ഞേ? ഞാനോ? ഞാനപ്പോ പറഞ്ഞു മേസരിയല്ലേ പറഞ്ഞ? പഴയ സാധനങ്ങൾക്കൊന്നും മിനുക്ക് പണിയാണ്. ഇയാളൊക്കെ എന്തുവാ ഇത്? ചേച്ചി, അതിന് 200 രൂപ തന്നാ മതി. 200 രൂപ കുറച്ച് തന്നാ മതി. അങ്ങനെയാണെങ്കിൽ 400 കയറ്റി പിടിച്ചു. അതെന്താ? ഞാൻ ഈ ഫ്രണ്ടിലത്തെ ജനറൽ ഫ്രെയിമിന്റെ ഗ്ലാസ് കറക്കാൻ പോവാ. പണിയൊക്കെ എവിടം വരെയായി? ഇളയരാജ അല്ല, മൂത്ത അമ്മാവൻ രാജൻ. ചേട്ടന്റെ അമ്മാവനാ. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മാവൻ ചെറുപ്പത്തിൽ പോയതാണ്. അമ്മാവാ, നേരെ വീട്ടിലോട്ട് വരണം. അമ്മാവൻ എനിക്ക് വേണം. ആയിക്കോട്ടെ. എത്ര നാളെ എന്റെ അമ്മാവനെ കണ്ടിട്ട്. അയ്യോ, ഈ മേശരി എന്തോ ഈ പറയുന്നത്? മേശരിയുടെ അമ്മാവനല്ല, ചേട്ടന്റെ അമ്മാവനാ. അയ്യോ, എന്റെ അമ്മാവൻ ഇതുപോലെ ഇരിക്കുമല്ലോ. അയ്യോ, ചേട്ടന്റെ അമ്മാവനല്ല, ചേട്ടന്റെ അമ്മാവനാ. ചേട്ടന്റെ അമ്മാവൻ നമ്മൾ ചിന്തകളാൻ തുടങ്ങിയിട്ട് ധാരണ അമ്മാവനാ. ചേട്ടന്റെ അമ്മാവൻ എന്റെ ഭർത്താവിന്റെ അമ്മാവനാന്ന്. കർക്കശക്കാരനാണോ? ഒന്നും മിണ്ടല്ലേ. കർക്കശക്കാരനാണെങ്കിൽ വേണ്ട, ഞാനത് ചെയ്തോളാം. അറിയാൻ പാടില്ല. ഞാനത് മിങ്കിൾ ചെയ്തോളാം. എനിക്കറിയാം, ഞാൻ ഇങ്ങനെ ഒരു ആൾക്കാരെ ശരിക്കും മിങ്കിൾ ചെയ്യുന്ന കൂട്ടത്തിലാ. ആണോ? അത് കണ്ടോ, കളം പിടിച്ചെടുക്കണം. എങ്ങനെ സാധനത്തിന്റെ നീ ആ ചാർജന മോലാളുടെ വീട്ടിൽ പണിയെടുക്കണ ബാബുവിന്റെ മകനല്ലേ? സുദർശനൻ. നിന്റെ അച്ഛൻ പണ്ട് എന്റെ വീട്ടിൽ കോഴിക്കോട് പണിയാൻ വന്നിട്ടുണ്ട് പോനെ. കോഴിക്കോടെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ ഉണ്ടാക്കണം കോഴിക്കോട്. ഞാൻ പറഞ്ഞാ പോരല്ലോ, ഉണ്ടാക്കണോ? അത് സമ്മതിക്കാമല്ലോ. ഒരു കണക്കിനെ അത് ഒപ്പിച്ച് വരുന്നു. കിണ്ണം കാച്ചിയ കോഴിക്കൂടാ. ഫ്രണ്ട് ഡോർ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, നല്ല ഡിസൈൻ ചെയ്തങ്ങ് വെക്കുക. കിണ്ണം കോഴിക്കോട് പണിതാണ്. പക്ഷെ അവ പുള്ളി കോഴിക്കോട് പണിതില്ല. ഈ കോഴിക്കോട് പണിയാൻ വേണ്ടി പുള്ളി അത് പോയപ്പോഴേക്കും അവിടുത്തെ കോഴിപ്പൂനുണ്ടല്ലോ, ഈ കോഴിപ്പൂവും പുള്ളിനെ ഓടിച്ചിട്ട് അങ്ങോട്ട് കൊത്തി.
കോഴിപ്പൂൻ കൊത്തിക്കഴിഞ്ഞാൽ പുള്ളി തന്നെ ചെയ്തു ബാഗിൽ നിന്ന് ബീതിലെടുത്തിട്ട് കോഴിപ്പുള്ളിക്കോട്ട് ഈ കോഴിപ്പൂന്റെ ഒരൊറ്റ കീച്ച അപ്പൊ തന്നെ കോഴിപ്പൂൻ ചത്തില്ലേ. കൂട് പണിതില്ല, ഞങ്ങളൊന്ന് ചിക്കൻ കറി കൂട്ടി ചോറുണ്ടു. ഇത് തന്നെയാണോ പണി? വീതുളി എടുത്ത് കേറ്റാണോ നിങ്ങളുടെ ഫാമിലി മുഴുവൻ? അല്ല പിന്നെ തൂക്കട്ടൊക്കെ പിടിച്ചോ, ഷെയ്ക്ക് പിടിച്ചോ കേട്ടോ. ഞാൻ പോകണം, ഞാൻ പോകും. ഏത് മുഖാ ഇതിന്റെ? എനിക്ക് 2 ദിവസത്തേക്ക് ലീവ് വേണം. വന്ന് തുടങ്ങിയുള്ളൂ. അതിനെന്തിനാ ഇപ്പൊ ലീവ്? എന്തിനാ എന്ന് പറഞ്ഞാൽ എൻ്റെ പെണ്ണുമ്പിള്ള പ്രസവിച്ചു, അതുകൊണ്ടാ. ദൈവമേ, 2 വർഷമായിട്ട് നീ എന്റെ കൂടെ നിന്ന് സ്ഥിരം പണിയാ, വീട്ടിൽ പോയിട്ടില്ല. പിന്നെ എങ്ങനെ നിന്റെ പെണ്ണുമ്പിള്ള പ്രസവിച്ചു? അതറിയാൻ വേണ്ടിട്ടാ പോകുന്നേ. ആ ചെന്ന് കേറിക്കോട്. എല്ലാവരും കരണം കുറ്റി അടിച്ചു പൊട്ടി. അല്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ നീ ഒരു കാര്യം പറയണ, അവിടെ ഇരുന്നോണ്ട് പറഞ്ഞാ മതി. ആ പണിയൊക്കെ എങ്ങനെയായി? പണിയൊക്കെ എങ്ങനെയായി? പണി നടക്കട്ടെ, പണി നടക്കട്ടെ. അതെ, എനിക്ക് ഇവിടെ ഒരു ബാത്റൂം പണിയണം. ഇതിനകത്തുണ്ടല്ലോ. ഇതിനകത്ത് യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, അതെനിക്ക് ഇഷ്ടമല്ലെന്നേ. എനിക്ക് പുറത്തൊരു മൂത്രപ്പുര വേണം, അതിനൊരു സ്ഥാനം കാണണം. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകണമെങ്കിൽ എനിക്ക് പുറത്താ വേണ്ട മൂത്രപ്പുര, അതിനൊരു സ്ഥാനം കണ്ടാൽ മതി. ആര് സ്ഥാനം കാണുന്നത്? ശരിയാക്കി തരാം. സ്ഥാനം കാണാൻ വിദഗ്ധൻ ഇവനാ. ആണോ? ഇവനാണോ വിദഗ്ധൻ? എന്നാ പുറത്ത് കാണാം. അതെ, എവിടെയാന്നാ പറഞ്ഞേ? പുറത്ത് സ്ഥാനം കാണാൻ മൂത്രം. അവിടെ കണ്ടു നമ്മളെ പുള്ളി നോക്കിക്കോളൂ. ഒക്കെ ഏറ്റേക്കുവാ. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ കൊച്ചുമുളക്കം എടുക്കുന്നു, ഈ ചെറിയ തരിക്കഷ്ണം എടുക്കുന്നു, പ്രാർത്ഥിച്ച് ഇത് അടിച്ചു വിടുന്നു. ഇത് ചെന്ന് വീഴുന്ന സ്ഥലം മൂത്രപ്പുര, മൂത്രപ്പുരയുടെ സ്ഥാനം. ഓക്കെ, ചെറിയ പ്രാർത്ഥന ഉണ്ടോ, കൂടിക്കണം. അത് വേണ്ട, വിട്ടേര്. അപ്പൊ ശരി, ഇത് ചെന്ന് വീഴുന്ന മൂത്രപ്പുര. സ്ഥാനം കറക്റ്റ് ആയിരിക്കും. മൂത്രപ്പുരയ്ക്ക് ഇനി സ്ഥാനം കാണണ്ട. ഇനി മൂത്രം ഒഴിക്കാൻ പറ്റുമോ? 500 രൂപ പിടിക്കല്ലേ, ദൈവത്തെ വിചാരിച്ച എന്റെ പണിക്കാശ്. ദൈവമേ. അയ്യോ, കാപ്പിക്ക് അയ്യോ, അത് പറയാൻ മറന്നുപോയി. ഞാൻ അപ്പവും മുട്ടക്കറിയാ ഉദ്ദേശിച്ചതേ ഉള്ളൂ, ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ വന്നത് 11 മണിക്കല്ലേ? അപ്പൊ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഊണിന്? ഊണിന് പിന്നെ വിചാരമായിട്ട് വേണം. അവിയല്, സാമ്പാറ്, പുളിശ്ശേരി, ചിക്കൻ കറി, ഇതെല്ലാം ഉണ്ടാക്കാം. നിങ്ങളും കൂടെ ഒന്ന് സഹായിച്ച. ആയിക്കോട്ടെ. ഇതെവിടെ പോള്? അവരുണ്ടാക്കാൻ നമ്മൾ പണിയാൻ വന്നില്ലേ? അയ്യോ, ഇത്ര സാധനം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാനോ? ചമ്മന്തി അരച്ച് ചോറ് തരും, വേണമെങ്കിൽ കഴിക്കുക. അത് കൊള്ളാം. ചമ്മന്തി അരക്കും പോലെ അരക്കും. പണിക്കാരെ ബ്രാക്ക് കിട്ടിയാൽ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. പണി നടക്കട്ടെ, പണി നടക്കട്ടെ. സമ്മതിക്കുന്നില്ലല്ലോ. അതെ, കിണറിനൊരു സ്ഥാനം കണ്ടാ മതി. കിണറിന് വേണം, കിണറിന് സ്ഥാനം കണ്ടാ മതി. കിണറിന് ഇവിടെ സ്ഥാനമില്ല. ഹേ, അല്ല, നല്ല വെള്ളമുള്ളിടത്തൊരു സ്ഥാനം കണ്ടാ മതി. വെള്ളമുള്ളെന്ന് പറഞ്ഞാ നല്ല ഒഴുക്കുള്ളിടത്തേ. ഇവിടെ എവിടെ ഒഴുക്കിരിക്കണേ? ഇവിടെ ഒഴുക്ക് കാണുന്നേ. നിങ്ങളൊന്ന് നോക്കി, ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒഴുക്ക് കാണും. സ്ഥാനം കാണാൻ ആരാ നല്ല? വേറെ ആരെങ്കിലും കണ്ടാ മതി. ശരിയാവത്തില്ല. നോക്കി, ഇവിടെ സ്ഥാനം കാണത്തില്ല. ചെവി വെച്ച് നോക്കി, ചിലപ്പോ ഒഴുക്കുണ്ടെങ്കിലോ. നോക്ക്, ഇവിടെ ഒഴുക്കേണ്ട ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞാനൊന്ന് നോക്കട്ടെ. കേട്ടോ? ആഹാ, ശബ്ദം കേട്ടോ? ഇവനിവിടെ പെയിന്റ് ഇട്ട് അളക്കണ. അതെ, ഒഴുക്കുള്ളിടത്തൊരു സ്ഥാനം കാണണം. ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ല. ഭാഗത്ത് നോക്കി, ഇവിടെ നോക്കി. ഇവിടെ ഇല്ല. ഇവിടെ ഈ ഭൂമിയിലില്ല. അതെ, വന്നേ അമ്മാവാ. ഇവിടുന്ന് ഇച്ചിരി മാറി ഒഴുക്കുള്ള ഒരു സ്ഥലമുണ്ട്. അതെവിടെ? പമ്പയാറ്. അതിന്റെ നടുക്കൊണ്ട് കിണർ കൂത്തട്ടെ. അതൊക്കെ ഭയങ്കര ദൂരമല്ലേ? ദൂരമൊന്നുമില്ല, നടക്കാവുന്ന ദൂരമുള്ളൂ. നടക്കാവുന്ന ദൂരം? 60 ദിവസം. ശരി, എനിക്കിട്ട് പണിയാ. എനിക്കിട്ട് പണിയാ, നിങ്ങൾ അവിടെ കിടന്ന് പണിയാൻ നോക്കാം. ഹലോ, പണിയൊക്കെ ഉഷാറായിട്ട് നടക്കണ്ടല്ലേ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ സോമൻ, അപ്പുറത്ത് താമസിക്കുന്ന. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ വീട്ടില്. ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ആരാ? ഞാൻ മേസ്തിരി മൈൻ. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത്? ഇതാണ് 2 ലക്ഷം. 3.4 ഇല്ലെന്നേ. 16 ഉറപ്പീര്. ആയിക്കോട്ടെ. കൊള്ളാം, നല്ല പണിയാട്ടോ, നല്ല സൂപ്പറാ. എനിക്ക് ഞാൻ വന്നതേ സ്കെച്ചും പ്ലാനും ഒന്ന് തരാമോ? ഞാൻ നിന്നോട് പറഞ്ഞ ഞാൻ സ്കെച്ച് എടുത്തോണ്ട് പോകല്ലെന്ന്. ഞാനെടുത്തില്ല, എന്റെ റൂൾ പെൻസിൽ ഉണ്ട്. ഞാൻ എനിക്ക് സ്കെച്ച് സ്കെച്ച് അപ്പുറം വീട്ടിൽ പോയി മേടിച്ചു വന്നാലും. അതെ, സ്കെച്ച് എവിടെയാന്ന് ഒരു പ്ലാനും ഇല്ല ഇവിടെ. അതുകൊണ്ട് ക്ഷമിക്കണം, സ്കെച്ചില്ല. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ വീടിന്റെ സ്കെച്ചും പ്ലാനും എനിക്കൊന്ന് കാണാനായിരുന്നു. അതിനാ. അയ്യോ, സ്കെച്ചും പ്ലാനും, പടം അത് പറയണ്ടേ? അതല്ലേ
ഇതാണോ സ്കെച്ചും പ്ലാനും? ഇതെന്നാണോ ഇന്ത്യയുടെ ഭൂപടം പോലെ ഇരിക്കണത്? അത് നമ്മളൊന്നും ചെയ്തല്ലെന്ന്, തറക്കല്ലിനാണ് ഇതിങ്ങനെ വെച്ചേക്കുയത്. തറക്കല്ല് അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് പനിനീര് കളിച്ചതാ. ഈ മഷിയെല്ലാം പറഞ്ഞ് ഈ പരുവായിപ്പോയി. ലാസ്റ്റ് എന്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ ഉണ്ടാക്കി വെച്ച അങ്ങനെ ഒരു ഭവനം ഇത്. കൊള്ളാം, നല്ല ഐഡിയ ഉണ്ട് കേട്ടോ. പിന്നെ എന്നാ പോലും 2000 രൂപയുണ്ട്. പിടിച്ചോ, എനിക്ക് പൈസ തന്നെ. എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിലേ ചെറിയ പണിയുണ്ട്. നമുക്കെന്താ അവിടെ പണി? അയ്യോ നിങ്ങൾക്കല്ല, എനിക്ക് പണിയുണ്ടെന്ന്. അല്ല ചേട്ടൻ അവിടെ നിന്ന് പണിയുന്നതിന് ഞങ്ങൾക്ക് എന്തിനാ പൈസ തരണേ? അതെന്താ സംഭവം എന്ന് വെച്ചാ, നിങ്ങൾ പണിയാണല്ലോ, വീട് പണിയാണല്ലോ. അപ്പൊ എനിക്ക് എന്റെ ടെറസിന്റെ വീടിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഇവിടുത്തെ ബാത്റൂം വിശാലമായിട്ടൊന്ന് കാണാം. അതേപോലെ വേണം ഈ വീട് പണിയാൻ. അതുപോലെ ഇവിടുത്തെ ദാമോദരൻ സാറില്ലേ, ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ ടെറസിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ ബാത്റൂം കാണണമെന്ന്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ടൈപ്പായാൽ മതി. വിളിച്ച് സംസാരിക്കും. അവൻ അങ്ങനെ പറഞ്ഞോ? സംസാരിച്ചാൽ മതി കേട്ടോ. വീട്ടുകാരത്തെ കാണാനാ വേണ്ട. ശരിയല്ല, നീ 2 മാസം വീട്ടുകാരത്തെ കാണത്തെ വന്നേക്കോ. അയ്യോടോ, ഫ്രൂട്ട് സാലഡ് കഴിക്കാം. ഫ്രൂട്ട് സാലഡ് വേണ്ടേ? ചൊറിയും, നാക്ക് ചൊറിയും. എടി അവർക്ക് ഫ്രൂട്ട് സലാഡ് വേണ്ടേ? വേണ്ടെന്ന്. ആ എന്നാ ഇങ്ങോട്ട് ഞാൻ കഴിച്ചോളാം. അയ്യോ ഇത് ഒറിജിനലായിരുന്നു. അതല്ലാതെ നല്ല കന്നടത്തേക്ക് കേക്കിട്ട് ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡല്ലേ. ഒറ്റ കാലം കാരണമാണ് നമുക്ക് ഈ ഭക്ഷണം ഇല്ലാതായി. ഞാൻ വേണ്ടല്ലോ. അതെ അമ്മാവാ, ഇന്നാളൊരു ദിവസം ഉത്സവോ? അല്ല, ഇന്നാളൊരു ദിവസം ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇങ്ങനെ പണിക്ക് പോയി കഴിഞ്ഞപ്പോഴേ അവിടുത്തെ അപ്പാപ്പൻ ഇങ്ങനെ ഫ്രൂട്ട് സലാഡ് തിന്നങ്ങ് തീർന്നില്ല. അതിനുമാട് കണ്ണിങ്ങനെ മിന്നി ആളിതേ വീണ് വടിയായി. അങ്ങനെ സംഭവം ഉണ്ടായാലും ഞങ്ങള് കണ്ടതാ. പണിക്കാർക്ക് തരാതെ അങ്ങനെ. എവിടെ പോണു? ഞാൻ പട്ടിക്ക് കൊണ്ടേ കൊടുത്തോടാ. അയ്യോ, പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഫ്രൂട്ട് സലാഡ്. നമുക്കിവിടെ കപ്പളങ്ങ എന്നും. ഞാൻ ചേട്ടനെ വിളിക്കാൻ എയർപോർട്ടിലേക്ക് പോകുക. മേശരി ഒന്ന് വേഗം ആക്ക്. നിങ്ങൾ വരുമ്പോ തന്നെ ഇതെല്ലാം റെഡി ആയിരിക്കും. ചേട്ടൻ വരുമ്പോ എന്നെ വടക്ക് കേൾപ്പിക്കല്ലേ. എല്ലാം റെഡി ആയിരിക്കും. അമ്മാവോ, ഞാൻ ഇറങ്ങുവാണേ. ഇറങ്ങിക്കോ. പിന്നെ പടപടാന്ന് പരിപാടി തീർത്തോണം. അതിപ്പോ ഇങ്ങ് വരും. ബാബുച്ചാറിന് അവിടെ നിന്ന് ഒരു ചെക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ പണി ബാബുച്ചാറിന് വീട്ടിൽ ചെക്ക് കിട്ടിയില്ലെങ്കിൽ ചെക്ക് കാണിക്കണം. ഞങ്ങൾ എപ്പോഴും ചെക്ക് കിട്ടിയിട്ട് നമ്മൾ പറ്റിച്ചോണ്ട് പറഞ്ഞിട്ട് കാര്യം. മൊത്തത്തിൽ ഒരു 2 ലക്ഷം രൂപയുടെ ചെക്ക് എന്റെ കയ്യിൽ ഉണ്ടെന്ന്. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് കാണണം. ഇന്നൊന്നുമില്ലാത്ത പരിപാടിയാണല്ലോ. ചുമ്മാ നിന്റെ എന്തെങ്കിലും പറ്റിച്ച് പോയിട്ടുണ്ടോ? പറ്റിച്ചിട്ട് പോയിട്ട് ഉണ്ടോ? ഇല്ലേ, ഉണ്ട്. എന്തെങ്കിലും പറ. ഉണ്ടോ? ഉണ്ടെന്ന്. ഉണ്ട്. നീ പേടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്. നീ പേടിക്കണ്ട കേട്ടോ. അത് കാണണം. അത് കാണിച്ചു തരാം. പണി നടക്കത്തില്ലല്ലേ. കാണിച്ചു തന്നിട്ട് തന്നെ കാര്യമല്ലോ. കാണിക്കാൻ വേണ്ടി സർക്കാരോട് വായ്പ എടുത്തിട്ട് പണിക്ക് വന്നു. എന്റെ പേഴ്സ് എടുത്താണോ? എന്തുവാ പേഴ്സ് എടുത്തോ? പേഴ്സ് ഞങ്ങൾ എടുത്തെന്ന് പറഞ്ഞോ. എടുത്തില്ല. ഞാനിവിടെ കണ്ടൊരു പേഴ്സ്. അയ്യോ, എന്റെ പേഴ്സ് കണ്ടില്ലല്ലോ. പേഴ്സല്ലേ, ഒരു പേഴ്സ് പോട്ട്. പേഴ്സ് ഇപ്പൊ പിടി കിട്ടി. എടാ ഞാനേ ഞാൻ നമ്മള് പണിതില്ലേ, പെരക്കാത്തൊരു 3-4 ഹോളോ ബ്രിക്സ് കിടക്കില്ലായിരുന്നു. ആ ഹോളോ ബ്രിക്സിന്റെ ഹോളിലേക്ക് ഞാൻ ആ പേഴ്സ് കയറ്റി വെച്ചായിരുന്നു. ഇതിലാണോ? ഇത് ഈ ഹോളിലേക്ക് കയറ്റി വെച്ചായിരുന്നു. അതാണ് ആൾക്കാർ കണ്ടാലും എടുക്കുകയല്ലോ, ആൾക്കാർ ശ്രദ്ധിക്കുകയല്ലോ. എടുത്തോണ്ട് വാങ്ങാം. ഭയങ്കര ബുദ്ധിയാ പുള്ളിക്ക് എന്തായാലും. പിന്നെ ശശിയേ, എന്തോ എടാ ഇവിടെ എന്താ ഹോളോ ബ്രിക്സ് ഇന്ത്യടാ? ഏതാ അടുക്കളാണോ? അതെടുത്തല്ലേ നമ്മള് പൊക്കം തീർത്തത്. അതെടുത്തല്ലേ നമ്മള് കട്ട പൊക്കം തീർത്തത്. ഏയ് നുണ പറയല്ലേ. അതേന്നേ, അടുക്കളയിൽ നിന്ന് ആ കട്ട തന്നെ. ആശാരി എടുത്തായിരുന്നോ? പിന്നെ ഞാൻ അതുകൊണ്ട് കടലാഞ്ചാലും മറന്നു വെച്ചിരിക്കുന്നു. ഓളെ പ്രശ്നം വെച്ച് ഞാൻ എനിക്ക് എന്താ കാണിക്കാനോ? അയ്യോ, എന്റെ പേഴ്സ് പോയി. പേഴ്സ് പോയി. ഒരു പേഴ്സ് അല്ലേ വിട്ടേ, വേറെ പോട്ടെ. വേറെ മേടിക്കാൻ വിട്ടേ. പേഴ്സ് വിട്ടേക്കുന്നോ? അതിന്റെ അകത്താ ചെക്ക് ഇരിക്കണേ. അയ്യോ, എന്റെ മൊബൈൽ എടുക്കാനുള്ള ഇത് എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞു. എവിടെ പണത്? സമയം അന്ന് അതായത് മേശരി മുറുക്കിയിട്ട് വന്ന് മുറുക്കി ഭിത്തിയിൽ തുപ്പിയപ്പോ ഞാൻ മേശരിയുടെ കർണക്കുറ്റിക്ക് അടിച്ചോ. അന്ന് തന്നെ ഈ ഭാഗത്തായിട്ട് വരും. നേരാണോ? ഉറപ്പാണ്. എവിടെ? ആണല്ലോ, ഇവിടെ തന്നെയാണ് പണിത്. അവിടെ കറക്റ്റ് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ചിന്തേരി തള്ളുന്നു. ആ ഭാഗം നോക്കി. അല്ലല്ല, ഉറപ്പാണ്. എന്റെ മേശരി ഇവൻ പറഞ്ഞ കേക്കണ്ട, ഇവിടെ തന്നെയാണ് പണിത്. അയ്യോ, അവിടെ അത് പണിത്. എനിക്ക് ഓർമ്മയുണ്ട് പണിത് നിന്നപ്പോ ഞാൻ ഇടത് കൈക്ക് ഇങ്ങനെ പുറം കൈക്ക് വെച്ച് അടിച്ചത്. എന്റെ അമ്മ സത്യം ഇവിടെ തന്നെ. അന്ന് അവന്റെ അമ്മേനെ വേണ്ടി സത്യം ചെയ്യും. ഓക്കെ, അല്ല കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു കട്ട അങ്ങ് ഇളക്കി നോക്കാം. അതെ, കട്ട ഇളക്കാം. ഈ കട്ടയാണോ?
ഇവിടെ തന്നെ വാങ്ങിയ അയ്യോ, ഇത് നാളെ പെരവാസോലി നടക്കോ കട്ടയൊക്കെ ഇളക്കിയ ഇളക്കിയപ്പോ എന്നാ പ്രശ്നം പറയാനാ ഇപ്പൊ തന്നെ നമ്മളെല്ലാ പണിക്കാരും നിൽക്കും അത് അപ്പൊ തന്നെ തൂത്ത് വെക്കും അത്രേ ഉള്ളൂ. അതിന്റെ പുറത്ത് പെയിന്റ് പഠിക്കും. അപ്പൊ ഇത് ഉറപ്പാണല്ലോ സംഭവം ഇതിനകത്തുള്ളത് എനിക്ക് ഉറപ്പാണല്ലോ അല്ലേ? ഒറ്റക്കട്ട ഇളക്കിയാ മതി. ഒറ്റക്കട്ട ഇളക്കിയാ അതെ മുട്ടി നോക്കി ഞാൻ അതിനകത്ത് ഒരു 5-6 രൂപ ചില്ലറ ഇട്ടു ചിലപ്പോ കിളിങ്ങിയാലോ. കറക്റ്റാ. ഭിത്തി ആൺഭിത്തി അത് ആൺഭിത്തി പെൺഭിത്തി ആണെങ്കിൽ നാദം കേക്കത്തില്ല. പെൺഭിത്തി ആണെങ്കിൽ നാദം കേൾക്കൂല. അപ്പൊ ഇത് ആൺഭിത്തി. പെൺഭിത്തി ആണെങ്കിൽ കേൾക്കൂല. ആൺഭിത്തി അതാണ്. പെൺഭിത്തി പിടി പിടി ഇതിനകത്തില്ല. അയ്യോ ഇനിയിപ്പോ എന്തോ ചെയ്യും? ശരിക്കും പറഞ്ഞാൽ ഇതെന്നാ ഭിത്തിക്ക് ഒരു തുളയിട്ടേക്കണേ? ഇതെന്നെ ഭിത്തിക്ക് തുളയിട്ടേക്കണത്? ഒന്ന് കയറി നോക്കിയേ കാറ്റ് കിട്ടണുണ്ടോന്ന് നോക്കേ. ഓ കാറ്റ് കിട്ടാൻ അത് പറ. കാറ്റ് എന്റെ അടുത്ത് പറഞ്ഞ സോറി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. ഈ നരയല്ല ഇതാണോ അപ്പുറത്ത് അതാ ഇതായിരിക്കും. അതാണ് തോന്നണേ. വേഗം ചില്ലറയൊന്നും നോക്കണ്ട പൊക്കിക്കോ. പട്ട പൊടിക്കല്ലേ. അയ്യോ ഇതിനകത്തില്ല. അയ്യോ അതിനകത്ത് വലിയതിപ്പോ എന്തോ ചെയ്യും? എവിടാ എന്റെ ചെക്കൊക്കെ അതിനകത്ത് എന്തോ ചെയ്യാൻ പറ്റൂ. ഓ ഇതെന്നാ ഇവിടെ തുളയിട്ടാക്കണേ? കേറിയ കാറ്റിന് ഇറങ്ങി പോകണ്ടേ? അതെ കാറ്റിന് ഇറങ്ങി പോവാ. കറക്കിയാ മതിയോ? അത് അതെ ഇനി ഒന്നും നോക്കാനില്ല. ഇതിവിടെ അല്ല. എന്റെ ഉറപ്പാടി എനിക്ക് ഈ ഇവിടെ ഏരിയ സംശയമുണ്ട്. ഈ ഭാഗത്ത് സംശയം. എനിക്ക് തോന്നുന്നു ജനലിന്റെ ഈ ഹോളിക്കിടെയുള്ള നടന്ന് ജനല് പൊളിക്കും. സുദർശനാശാരി പണിത് വെച്ചേക്കുന്ന ജനല ചലിക്കത്തില്ല. 100 തരം ആന പിടിച്ചാൽ ചലിക്കത്തില്ല. എടാ എന്നെ ഈ പറയണേ ചലിക്കത്തില്ല. അതളക്കാൻ നടക്കുകയല്ല. ചലിക്കത്തില്ല. ഞാൻ വേറൊന്ന് എന്നാന്ന് പറഞ്ഞ അത് ആനയെ കൊണ്ട് പിടിപ്പിക്കണം. ഈ പുള്ളി പിടിച്ചാളെ ഇപ്പൊ ഞാൻ എന്താ വേണം? ഇതാരും ഒന്ന് ശരിയാക്കും. എനിക്കറിയാം വയ്യ എങ്ങനെയാന്ന്. എനിക്കറിയാം വയ്യ. ഉണ്ടോ അവിടെ കാര്യം? അതിന്റെ ഉള്ളിലില്ല. നീ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. മുട്ടി നോക്കുക. ചില്ലറ ഉള്ളത് മുഴുവൻ പൊളിക്കുക. ഒരു കാര്യം ചെയ്യും. നീ അവിടെ മുട്ട്. എവിടെ? ഇതവിടെ അകത്ത് ചെന്ന് മുട്ട്. ഈ ഭാഗത്ത് ഞാൻ നീ അടുക്കള ഭാഗത്ത് പോയി മുട്ടിക്കോ. ചെല്ല് പൊളിക്കാനുള്ളത് മുഴുവൻ പൊളിച്ചോ. ഇവനെ ഒരു പണി ചെയ്താളാ. അയ്യോ ആട്ടി കിട്ടിയോ? അല്ല അടി നോക്ക്. ഇല്ല 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 പേഴ്സ് ഇരക്കം പോട്ട് എന്തോ എങ്ങനെയായി? കിട്ടിയോ? അടുക്കള മുഴുവൻ പൊളിച്ച് ഞാൻ. അടുക്കള മുഴുവൻ ഒറ്റ കട്ടയില്ല. അയ്യോ നീ എവിടെ ചെന്ന് കണ്ടുപിടിക്കും പേഴ്സ്? ആ പുള്ളി വന്ന് കണ്ട ഇത് മൊത്തം പ്രശ്നമാവും. 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനെ പുള്ളി ഇത് കണ്ടു കഴിഞ്ഞാൽ ആ പാട് പ്രശ്നമാവും. ഞാൻ നേരത്തെ വന്നപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ വീടിന് സ്റ്റെപ്പ് ഒരു തേങ്ങ വീണ് അങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ 2 കട്ട ഇരിക്കുന്നത്. അത് എടുത്തോണ്ട് പോയി പണിയാൻ വേണ്ടി എടുത്തോണ്ട് പോയത്. ഞാൻ ചെല്ലും മുമ്പ് നമ്മുടെ മോൻ പോയിട്ട് 2 കട്ട മേടിച്ച് അത് അങ്ങോട്ട് പണിത്. അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇതങ്ങോട്ട് തരാൻ വേണ്ടി വന്നു. ഒന്ന് പിടിച്ചേ. അയ്യോ അയ്യോ എന്നാ പൊക്കോട്ടെ എന്നാ. വളരെ ഉപകാരം. വലിയ സന്തോഷം. ഈ സമയത്ത് തന്നെ കട്ട കൊണ്ട് നീ വന്നം പൊളിച്ചിട്ടേക്കോ. കട്ട മുഴുവൻ പൊളിച്ച് പോയി. എന്നിട്ട് ഓരോ പരിപാടിയാണ്. അയ്യോ അതിനകത്ത് പേഴ്സ് ഉണ്ട്. അയ്യോ ദേ അതിനകത്ത് പേഴ്സ്. അയ്യോ പേഴ്സ് സംഭവം എല്ലാം ചെക്കെല്ലാം ഉണ്ട്. എല്ലാം അടിപൊളി. എല്ലാം ഉണ്ട്. അപ്പൊ അടിച്ച് നമ്മൾ പൊളിക്കുന്നു. ഇന്ന് വൈകിട്ട് ഒരു ചെറുതടിക്കുന്നു. നമ്മൾ തകർക്കുന്നു. ഓക്കെ ഒന്നും നോക്കാൻ അത്രേ ഉള്ളൂ. പിന്നെ അല്ല നോക്കാനില്ല. അയ്യോ രക്ഷപ്പെട്ടു. ചെക്കിന് വേണ്ടി മേശരിയേ നാളെ അല്ലേ പെരവാസൂലി? നിന്റെ എന്റെ അല്ല ഈ വീടിന്റെ. എവിടെ കൊണ്ടുവച്ച് പാല് കാച്ചും? അടുക്കള ആ ചെല്ല് കയറി കൊടു. അയ്യോ അയ്യോ നീ എന്നാ ചെയ്യും? എല്ലാം എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. ഈ ചെറിയ ചെറിയ ഓട്ടകളിലെ നമുക്ക് ചെറിയ ചെറിയ ഇലകളും പൂകളും നമുക്ക് അലങ്കരിക്കുന്നു. വാഴയെ കൊച്ച് അലങ്കരിക്കുന്നു. അവർ വന്നു കഴിയുമ്പോൾ പറയുന്നു ഞങ്ങള് ഇത് പരവാശിക്ക് വേണ്ടിട്ട് അലങ്കരിച്ച് പറയുന്നു. 2 ദിവസത്തേക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. ചെറിയൊരു 4ന്റെ ദോഷം ഉണ്ടെന്നും കൂടെ പറഞ്ഞു. ആ 2 ദിവസം കൊണ്ട് നമ്മളിത് പണിയും. എന്നാ ശരി നമുക്ക് അലങ്കാര പരിപാടിയിലേക്ക് കടക്കാം. ആയിക്കോട്ടെ.
ഇപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇതെല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. കോലം കൊണ്ട് അടിപൊളി കോലമല്ലേ. അപ്പൊ അതിനിടയ്ക്ക് അത് ഒപ്പിച്ചു. ഏത് മേശരിയുടെ രൂപത്തിലുള്ള അതേ കോലം. അതെ ശരിയാക്കി തരാം. ഈ വാഴയിരുന്ന കൊല എന്ത്? അതാ അമ്മാവൻ തണ്ടി എടുത്ത് ഇന്ന് കാണും. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കൂടെ കൊല നടക്കും. പിന്നെ നമ്മളിത് റെഡി ആയിട്ട് വേണം നിൽക്കാൻ. പുള്ളി വന്നാൽ നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല. വന്നൊന്ന് ചോദിക്കാം. പിന്നെ വേറൊരു കാര്യം, വന്നു കഴിഞ്ഞാൽ ചെക്ക് മേടിച്ച് വിട്ടുപോക്കണം. വിട്ടേക്കാം കേട്ടോ, വെറുതെ ജീവൻ കളയാൻ നിൽക്കേ. ഗോവയ്ക്കാന്ന് വെച്ചാൽ ഗോവയ്ക്ക് പോയേക്കാം. ഹലോ ഹലോ, ആ എവിടെ എത്തി? ഞാൻ ഇവിടെ എത്തി. അയ്യോ എത്തിയോ? സുഖല്ലേ? എന്തുകൊണ്ട് വിശേഷങ്ങളാ? സുഖം. പണിയൊക്കെ തീർന്നില്ലേ? നന്നായി കേട്ടോ. ഞാൻ എവിടെ എത്തിയ? വീട്ടിലോ അതോ കാട്ടിലോ? അല്ല, ഇത് വീടാ. ഇതെന്ത് ഇങ്ങനെ വെച്ചേക്കുന്നത്? ഇതെന്ത് ഇങ്ങനെയൊക്കെ? അയ്യോ, അതാ ഞങ്ങളുടെ ഒരു രീതിയാ. ഇതോ ഇത് പ്ലാന്റിനകത്ത് ഇല്ലായിരുന്നല്ലോ. അതെ പറഞ്ഞേക്ക്, ഞങ്ങൾ ഇന്നിപ്പോ നാളെ പെരവാസിലാണല്ലോ, പാലുകാച്ചാണല്ലോ. അപ്പൊ നമ്മൾ ഇത് വർക്കൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ അലങ്കരിച്ച് ചെയ്യാറുണ്ട്. ഇത് ഡെക്കറേഷൻ പൈസ ഇല്ല. അത് ശരി, ഇത് കൊള്ളാലോ, ഇത് കൊള്ളാലോ. പെയിന്റ് ഇളകുമെന്ന് ഉണങ്ങിയിട്ടില്ല, ഫ്രഷാണല്ലോ. ഈ കലണ്ടറിന്റെ പൊസിഷൻ ഇതല്ലല്ലോ. കലണ്ടർ ശരിക്കും മുകളിലാണ് ഇടണ്ടേ. അപ്പൊ ചേട്ടൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചില പെടലി പിന്നിയാലോ. അതെന്താ അവിടെ ഒരു വാഴ? അത് ബോൺസായി വാഴ. ബോൺസായി വാഴ. ഭാഗ്യമാ. എന്താ മേസ്ത്രി, പണിയൊക്കെ നന്നായി കേട്ടോ. ഇതെന്താ ചെടിച്ചട്ടിയൊക്കെ വാതൊക്കെ വെച്ച ആൾക്ക് എന്താണ്? അതാരും കയറി പോകാതിരിക്കാൻ. അല്ല പട്ടിയാറായിരിക്കും. പട്ടിക്കാറല്ലോ. പണിയൊക്കെ നന്നായിരിക്കുന്നു കേട്ടോ. കൊള്ളാം. ഉദ്ദേശം പോലെ തന്നെ. മറ്റേ സംഭവം ഏതാ? ചെക്കോ? അപ്പൊ നാളെ രാവിലെ ക്ലിയർ ചെയ്തേക്കാം. നാളെ രാവിലെ ചെക്ക് ക്ലിയർ ചെയ്യാം. റെഡിയാക്കി തരാം. ഒപ്പം ഒരു കാര്യം ചെയ്തേക്കാം. എത്ര നമുക്ക് തരാനുള്ള ബാക്കി? 4,36,000. അപ്പൊ 4,50. പണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 4,50 ഒപ്പിട്ടോട്ടെ. ഒപ്പിടല മക്കളെ, ഒപ്പിടല്ലടോ. എടാ ഒപ്പിട്ട് വെക്കല്ലടോ, മൊത്തം വൃത്തത്തിലാടാ ഇത്. അമ്മാവിനത്തെ അതിന്റെ ഇടയ്ക്ക് അറിയിക്കുന്നത് അലങ്കാരം മുഴുവൻ പോയല്ലോ. ആ ഇത് അലങ്കാര പണിയല്ലടാ, ഇതുമാരുടെ അലങ്കോല പണിയാ. ഒപ്പിടല്ലേ മോനെ, മൊത്തം ഒപ്പീരടാ. എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ? അല്ല സാറേ, ആ പോലെ വാ. പൂവാണോ? അതെ സാറേ, ഞാൻ പറഞ്ഞ കേക്ക്. ഞങ്ങളിത് പണിതിങ്ങനെ വെച്ച് വന്ന സമയത്ത് എന്റെ പേഴ്സ് ഒരു കട്ടക്കിടക്ക് പോയി. അത് വെച്ച് ഇവൻ പണിതു. അറിയാണ്ട് പറ്റി. എന്ത് പരിപാടി കാണിക്കുന്നത്? നവംബർ 14 തീയതി ഇവിടെ എങ്ങനെ കയറി താമസിക്കും? ഞങ്ങൾ നവംബർ 14 തീയതി നിങ്ങൾ കയറി താമസിച്ചിരിക്കും. അതെങ്ങനെയാന്ന്? 2017 ആയ കുഴപ്പമുണ്ടോ?